മാളത്തിന്നൊക്കെ ഇപ്പൊ ഇറങ്ങി. ഞാൻ ഇറങ്ങിയിട്ട് കൊറേ നാളായി. മോളെപ്പോ ഇറങ്ങി? ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോ പറയണം കേട്ടോ. ഇല്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോ പറയണേ. കണ്ണാപ്പി ഒന്നെങ്കിൽ കണ്ണാപ്പി എങ്ങോട്ട് വന്ന്, കണ്ണാപ്പി ഇങ്ങോട്ട് വന്ന് നോക്കി ആ കൊച്ചിന്റെ അടുത്ത് മര്യാദക്ക് സംസാരിക്കാൻ പറയണം. അല്ലെങ്കിൽ അതിനെ ഞാൻ കൊന്നോണ്ടിരിക്കും. കാര്യമായിട്ട് പറയൂ, സീരിയസ് ആയിട്ട് പറയൂ. ആർപി കളിക്കുന്ന സമയത്ത് ആർപിയുടെ രീതിക്ക് സംസാരിക്കാം. മെനിയാണ് ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും കിടന്ന് കൊണക്കുവാണെങ്കിൽ ഞാൻ കൊന്നോണ്ടിരിക്കും. സംസാരിക്കുന്ന ഒരു സന്ദേശം ഞാൻ കേട്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. അവള് ഒരു 100 അല്ല അവനൊരു 100 തവണ ജനിച്ചിട്ട് വന്നാൽ പോലും ആ ഒരു പെണ്ണ് കുടുംബത്തിൽ പോയിട്ട് നമ്മുടെ ഒന്നും കൂട്ടത്തിൽ പോലും ഇനി നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്റെ വളരെ അടുത്ത അധികം ഫേവറേറ്റ് ഉള്ള ഒരു മോനെ നമുക്ക് എന്താ സംഭവിക്കണം നോക്കാം. ലാസ്റ്റ് അടിച്ചാൻ കൊല്ലാം കേട്ടോ. ലാസ്റ്റ് അടിച്ചാൻ കൊല്ലാം. അതിനെ ഇടിച്ചാൻ കൊല്ലാ പോയി. തന്തയില്ലാത്തവൻ വിളി കേൾക്കുന്നുണ്ടോ? ചന്ദ്രനല്ലേ ചന്ദ്രു? വില്ലുമോനെ ഇവന് ഭാര്യ കൊച്ചുക്കിയായോ? അവളല്ല, അവളെ തന്ത കറത്തില്ലല്ലോ കുടുംബത്ത്. അവളുടെ തന്ത മരിച്ചു പോയത്. എടാ ടിന്റുമോനെ അല്ല വില്ലുമോനെ. മാളത്തിന്നൊക്കെ ഇപ്പൊ ഇറങ്ങി. ഞാൻ ഇറങ്ങിയിട്ട് കൊറേ നാളായി. മോളെപ്പോ ഇറങ്ങി? ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോ പറയണം കേട്ടോ. ഇല്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോ പറയണേ. കണ്ണാപ്പി ഒന്നെങ്കിൽ കണ്ണാപ്പി എങ്ങോട്ട് വന്ന്, കണ്ണാപ്പി ഇങ്ങോട്ട് വന്ന് ഒന്നെങ്കിൽ ആ കൊച്ചിന്റെ അടുത്ത് മര്യാദക്ക് സംസാരിക്കാൻ പറയണം. അല്ലെങ്കിൽ അതിനെ ഞാൻ കൊന്നോണ്ടിരിക്കും. കാര്യമായിട്ട് പറയൂ, സീരിയസ് ആയിട്ട് പറയൂ. ആർപി കളിക്കുന്ന സമയത്ത് ആർപിയുടെ രീതിക്ക് സംസാരിക്കാം. മെനിയാണ് ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും കിടന്ന് കൊണക്കുവാണെങ്കിൽ ഞാൻ കൊന്നോണ്ടിരിക്കും. മനസ്സിലായോ? ആർപി കളിക്കുമ്പോ ആർപി കളിക്കണം. കോണാന്നും പറഞ്ഞു. എടാ ഞാനേ ചന്ദ്ര അതിനെ അടിച്ചു കൊല്ലും കേട്ടോ. അല്ല അതിനെ അടിച്ചു കൊല്ലും. ആ പെണ്ണിനെ അടിച്ചു കൊല്ലും ഞാൻ. സംസാരമൊക്കെ ചെറുതായിട്ട് മാറിയില്ലേ അവളുടെ? ആളുടെ അച്ഛൻ മാളത്തിലും കണ്ടാന്നാ കണ്ണാപ്പി പറയുന്നത്. ഒന്ന് പാടായിരിക്കാൻ നീ ഏതാ? കണ്ണാപ്പി എന്താ പറയണേ? എനിക്കറിയോ. നിന്റെ അച്ഛന്റെ പേരെന്താ അതിന്റെ? അതിനെ കണ്ടാലേ അറിയാം. കഴിഞ്ഞ ദിവസം പിന്നെ എന്തിനാ ആൾക്കാർ പറയുന്നത് മറ്റേ കക്കാശിയുടെ മോനാന്ന്? അതിന്റെ ഒരാഴ്ച മുമ്പ് ഈ ചന്ദ്രന്റെ മോനായിരുന്നു, ചന്ദ്രബോസിന്റെ. എനിക്കറിഞ്ഞൂടാ. മാച്ച വേണോ രാമൻ വേണോ രണ്ടും റെഡിയാണ്. 22-22 കോയി കഫീൽ. അല്ലല്ല ഞാൻ കാര്യം പറയുന്ന വെച്ചാൽ കേസിലേക്ക് ഇതാണെങ്കിൽ സംസാരിക്കാം. അത് ഏതൊരു പെങ്കൊച്ചായോണ്ട് മാത്രമാണ് അവിടെ ചെയ്യാത്ത. മനസ്സിലായി? നീ അതവിടെ കരഞ്ഞു മെഴുകി. ഇന്നലെ ഞാൻ കേറിട്ട് ഇറങ്ങിയതേ ഉള്ളു. എന്തായോ എന്തോ. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. നിങ്ങൾ കൊച്ചോർത്താൻ പറഞ്ഞിരിക്കേ പോരാ. സഞ്ജാനെ ഞാനിവിടെ നോക്കിട്ട് വരാം. അപ്പൊ എന്റെ കാര്യത്തിലേക്ക് ആണല്ലേ? സന്തോഷമായി പോരെ. നല്ലത്. എന്തിനാ മോനെ ഞാൻ ഓടിയത്? ഇതൊക്കെ അറിഞ്ഞോണ്ടാണെന്ന് നമുക്കറിയാലോ. അല്ല കണ്ണാപ്പി എന്താണ് ബ്രേക്കപ്പ് ആയേ? അല്ലല്ല അണ്ണു, അതിപ്പോ അണ്ണുനെ പറയുമ്പോഴത്തേക്ക് അവര് റെസ്പെക്ട് തരണ്ടേ അണ്ണു. അതിപ്പോ ഇനി എന്തൊക്കെയാണല്ലോ. നാളെ നമ്മളെ വീട്ടിൽ വന്ന് കറണ്ട് വെച്ചല്ലേ.
മോനെ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇനി 10 കൊല്ലം ഒരു 100 നന്ദമാർക്ക് ജനിച്ചിട്ട് വന്നാ പോലും അവള് വീട്ടിൽ പോയിട്ട് നമ്മൾ അടുത്ത് പോലും കേറത്തില്ല. മനസ്സിലായോ? പിന്നെ നമ്മടെ കുടുംബത്തെ ഒരു പെണ്ണിനെ കേട്ടില്ലല്ലോ, ഒരു പെണ്ണിനെ കേറ്റൂല. മനസ്സിലായോ? അതൊക്കെ അത്ര ഉള്ളു. മനസ്സിലായോ? കണ്ണനേ ഉള്ളൂ എന്നൊരു ഡയലോഗ് അടിച്ചാൽ മതി, ചിലര് വീഴും ഇവിടെ. സോ കുടുംബത്തിൽ കേറ്റാൻ മറ്റേത് കേറ്റാന്നും പറഞ്ഞിട്ട് നമ്മളടുത്തോട്ട് അങ്ങനൊന്നും ഇല്ല. എന്നാലും എടാ ചന്ദ്ര പോരേനെ പോരയല്ല ലോറേനെ നമ്മുടെ കുടുംബത്തോട്ട് കേറ്റണം പോലും. കുടുംബത്തിൽ അങ്ങനല്ല ഉദ്ദേശിച്ചത്, മനസ്സിലായോ? നാളെ വന്ന് കുടുംബത്തിൽ കേട്ടുന്നില്ലല്ലോ, മനസ്സിലായോ? അവള് കുടുംബത്തിൽ കയറിയാ നമ്മളെ കുടുംബത്തിൽ കയറിയാ ആദ്യം അണ്ണൂന് പാലിൽ വിഷ കലക്കി കൊടുത്താൽ കൊല്ലും. അവളെ കുടുംബത്തിൽ ആദ്യം മെനിങ്ങാന്ന് തന്തയ്ക്ക് വിളിച്ചില്ലേ കൊറേ? കുടുംബം അല്ലല്ല തന്തയ്ക്ക് വിളിച്ചല്ലേ കൊറേ കേട്ടോണ്ട് നിന്നില്ലേ? എനിക്ക് വിഷം കലക്കി തരത്തേ ഉള്ളൂ, തന്തയ്ക്ക് വിളി കേട്ടോണ്ടോ നിക്കത്തില്ല അവളുടെ അന്ന് അതാ പറഞ്ഞ അതേ എന്നെ കൊല്ലും അവള്. അതിനു മുന്നേ അവളെ കൊല്ലും. ഇതിപ്പോ ആദ്യം ചന്ദ്രനായിരിക്കും അണ്ണു ഞാൻ പറട്ടെ, ഞാൻ അത് പറഞ്ഞപ്പോ കൊല്ലെങ്കിലും ചെയ്ത അണ്ണൂന് ഇപ്പൊ മാളത്തിൽ വെച്ച് കളിയാക്കി പണ്ട് എന്തെങ്കിലും ചെയ്താ? മാളത്തിൽ വെച്ച് കളിക്കുന്നതിന് മാളത്തിൽ നിന്ന് വന്നേ ചോദിച്ചുള്ളൂ, അല്ലാതെ വേറൊന്നും ചോദിച്ചില്ല. നമുക്കത് കേട്ട ചന്ദ്ര അത് മോശമാണ്, മോശമാണ്. അണ്ണു ചോദിച്ചു തമാശക്ക് വെച്ച് മാളത്തിന്ന് ചാവത്തില്ലടാ ചുമ്മാ ആള് പോയില്ലടാ, നിന്നെങ്കിലും കൊണ്ടുണ്ടേ. അയ്യോ അവള് പറഞ്ഞത് മോശമായിന്നാ. മരിച്ചണ്ണു എടാ കുറച്ചേരം മരിച്ചു കിടക്കട്ടെ അവിടെ. അവള് എന്നെ മാളത്തിന്ന് പറഞ്ഞതിന്റെ വിഷമത്തിന് എന്നെ ഒന്നും പറയാൻ എനിക്ക് അവളെ കൊല്ലാൻ പറ്റിയില്ലല്ലോ, ഇവനെങ്കിലും കൊല്ലണ്ടേ? കണ്ണാ നിനക്ക് വിഷമമാടാ. കണ്ണാ എക്സ്റേ ഇടാൻ മോനെ, ദേഷ്യം ഉണ്ടെങ്കിൽ നിനക്ക് ദേഷ്യം ഉണ്ടോ? നിനക്ക് ദേഷ്യം ഉണ്ടോടാ? ഇപ്പൊ വരും കേട്ടോ. ലോയൽറ്റി പോയിന്റ് പോയില്ലടാ. പോത്തില്ല. അതുപോലെ ജോക്കി അവൾ ആളെ കൂട്ടാൻ പോയതാളോ? അവൾ ആളെ കൂട്ടിയാലും ഏത് കൂട്ടിയാലും ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ചന്ദ്രനെ അച്ഛനെ വിളിച്ചവരെ ഒന്നും നമ്മൾ വെച്ചോണ്ടിരിക്കത്തില്ല. മനസ്സിലായോ? കണ്ണാപ്പി വിഷമമുണ്ടോ നിനക്ക്? എക്സടി കണ്ണാപ്പി ചന്ദ്ര കണ്ണാപ്പി ഉടനെ വന്നല്ലോ. നീ ഏതാ നമ്മുടെ കുടുംബാരത്തി അവിടെ വേണ്ടിട്ട്? തങ്കപ്പെട്ട ഒരു കൊച്ചി, തങ്കപ്പെട്ട അത് ഞാൻ പൊക്കൂലേ? അത് പൊക്കണ്ട സാറേ, പൊക്കണ്ട. കണ്ണാപ്പി വിഷമമായിടാ കണ്ണാപ്പി. എന്ത് വിഷമാണോ? എനിക്ക് അപ്പി പെണ്ണിനെ ഒന്നും ഇതാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നീ ഏതാ സ്ത്രീയെ മുമ്പിൽ കൂടെ വന്നിട്ട് കിടന്ന് കൊണകൊണാണെന്ന് പറയുന്നത്? നമ്മുടെ കുടുംബത്തെ കാര്യം നമ്മൾ നോക്കും. കോംപ്രമൈസോ? ഏത് കോംപ്രമൈസ്? കണ്ണാപ്പി ദൈവണ്ണപിള്ള ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവളെ അങ്ങ് കൊന്നാലോടെ, എലിയെ അങ്ങ് കത്തിച്ചാലോ കൊന്ന്. കണ്ണാപ്പി എന്തൊരു കുടുംബമാടാ ഇതൊക്കെ, ഏത് യൂണിവേഴ്സ് ആടാ ഇതൊക്കെ. ഞാൻ ഉദ്ദേശിച്ചതാണോ അവള് പറഞ്ഞ മോശം ഉദ്ദേശിച്ചത്? അവള് പറഞ്ഞൊന്നും മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. അവള് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ തലയിൽ ഉണ്ടാകും, അത്രേ ഉള്ളൂ. അവൾ ഇത്രേ ഉള്ളൂ ചന്ദ്രു പറഞ്ഞത്. ചന്ദ്രു എത്രയാടാ പറഞ്ഞേ? അയ്യോ അല്ലല്ല, ഒന്നും പറഞ്ഞില്ല അവള്. ഇല്ല അവള് വന്നിട്ട് നമ്മള് ഓൾറെഡി നമ്മള് അവളെന്തെങ്കിലും ചൊറിയോ അല്ലെങ്കിൽ അവളെങ്ങനെ സംസാരിക്കാൻ നോക്കാൻ വേണ്ടി പണ്ണു ആദ്യം തന്നെ ചുമ്മാ ഒരു ചെറിയൊരു കൊട്ട് കൊടുത്ത. അപ്പൊ അവള് അതുപോലെ തിരിച്ച് നമ്മളിത് ടെസ്റ്റ് ചെയ്തില്ലടാ കണ്ണാപ്പി. കുടുംബത്തോട്ട് വരാൻ പ്രാപ്തിയായിട്ട് നിൽക്കുന്ന കൊച്ചാണോ നമുക്ക് നോക്കണ്ടേ? അത് ശരിയാണോ? അത് ശരിയാണ്. അതെ. അപ്പൊ അവള് അതുപോലെ റോങ്ങായി. അവള് വെടിയൊക്കെ കണ്ടിട്ട് ക്രാക്ക് പെണ്ണ് കയ്യിൽ കണ്ടെടുത്ത് വെച്ചേക്കാം. ശരി കേട്ടോ, എനിക്ക് ചെറുതായിട്ട് എന്തോ പ്രശ്നമുണ്ട്.
പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോറ അടുത്ത് അങ്ങോട്ട് പോയി സംസാരിക്കാണോ? നിനക്കോ ഈ തന്തയ്ക്ക് വിളി കേട്ടാ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത്? അങ്ങനെയല്ല, കണ്ണാപ്പിക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണാപ്പിക്ക് വേണ്ടി സംസാരിക്കും. കണ്ണാപ്പിക്ക് വേണ്ടി സംസാരിക്കും, പക്ഷെ കേട്ടത്തില്ല കേട്ടോ, കുടുംബത്തിൽ കേട്ടത്തില്ല കേട്ടോ. നാളെ കണ്ണാപ്പി നിങ്ങൾ കാരണം എനിക്ക് എന്റെ പെണ്ണ് നഷ്ടപ്പെട്ടു പോയി, അത് കഷ്ടപ്പെട്ടു, ഇത് കഷ്ടപ്പെട്ടു. ഇല്ല ഇങ്ങനെയുള്ള പെണ്ണ് വേണ്ട. എടാ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീമിനകത്ത് ഞാൻ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നു തോന്നുമായിരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒട്ടും വയ്യ. എന്ത് പറയാൻ വേണ്ട, അത് വേണ്ട. പക്ഷെ അവളുടെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെയാണ്? അത് നീ സഹിച്ചോ, നമ്മൾ തയ്ക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാണോ? ഞാനല്ലേ അയക്കണ്ടേ? നീ സഹിച്ചു. എനിക്ക് അങ്ങനത്തെ അത്രയും നിരുപദ്രവകാരെ നിർഗുണനായി പോയതിന് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതാ